गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ॐ सहना भवतु सहनौ भुनक्तु सह वीर्यङ्करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിൽ 7-ാം അധ്യായത്തിൽ 15 ശ്ലോകങ്ങൾ പൂർത്തിയാക്കി. 16 ശ്രദ്ധിക്കണം. അവിടെ അവസാനം പരാപര പ്രകൃതികളെക്കുറിച്ച് വർണ്ണിച്ച് അപരാപ്രകൃതി ഗുണമയമായതിനെ പറഞ്ഞ് സകല പ്രതിഭാസങ്ങൾക്കും ഉണ്മയെ കൊടുക്കുന്നത്, അസ്തിത്വത്തെ കൊടുക്കുന്നത് ഏകസത്തയാണെന്ന് ആവർത്തിച്ച് പിന്നീട് പ്രകൃതിയുടെ ഗുണങ്ങളാൽ ബദ്ധരാകുന്നവർ ആ ഒരു ആത്യന്തിക സത്തയെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. സാത്വിക, രാജസിക, താമസിക വികാരങ്ങളിൽ പെട്ട് അവയാൽ മയങ്ങി അവയ്ക്ക് ഉപരിയുള്ള പാരമാർത്ഥിക സത്യത്തെ ജനങ്ങൾ അറിയുന്നില്ല എന്ന് മാത്രമല്ല, ഈ ത്രിഗുണമയിയായ എൻ്റെ മായ തരണം ചെയ്യാൻ വളരെ പ്രയാസമാണ്. അപ്പം ആരും തരണം ചെയ്യുന്നില്ലേ? അപ്പം പറഞ്ഞു, എന്നെ തന്നെ ആര് ശരണം പ്രാപിക്കുന്നുവോ, എന്നെ തന്നെ ആര് അനന്യതയെ അറിയുന്നുവോ അവർ മായയെ തരണം ചെയ്യുന്നു. പക്ഷേ ദുഷ്കൃതികൾ എന്ന് പറഞ്ഞാൽ ദുഷ്കർമ്മങ്ങൾ ജന്മജന്മാന്തരങ്ങളിൽ ഇന്ന് വരെ ചെയ്ത് കൂട്ടിയിട്ടുള്ളവർ, മൂഢന്മാർ, മനുഷ്യന്മാരിൽ വെച്ച് അധമന്മാർ, വീണ്ടും പറഞ്ഞു മായയാൽ അപഹരിക്കപ്പെട്ട മോഷ്ടിക്കപ്പെട്ട ബുദ്ധിയോടൊത്തവർ, വീണ്ടും പറഞ്ഞു ആസുരമായ ഭാവത്തെ ആശ്രയിച്ചവർ എന്നെ അറിയുന്നില്ല. ആ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിച്ചത് കഴിഞ്ഞ പ്രാവശ്യം. ആവർത്തിക്കുന്നില്ല. തുടർന്ന് 16ലേക്ക് കടക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരികയാണ്, എല്ലാവരും ഇങ്ങനെയുള്ളവരാണോ? അതായത് ദുഷ്കൃതികളും മൂഢന്മാരും നരാധമന്മാരും മായയാൽ അപഹരിക്കപ്പെട്ട ബുദ്ധിയോടൊത്തവരും ആസുരമായ ഭാവത്തെ പ്രാപിച്ചവരും. 5 വിശേഷണങ്ങൾ പറഞ്ഞു. ഈ 5 വിശേഷണങ്ങളും ശ്രദ്ധിക്കപ്പെടേണ്ടതാ. 5ഉം തികഞ്ഞവർ കേവന്മാർ അല്ലേ? പക്ഷെ ഇതിൽ ഓരോന്നോരോന്നുള്ളവർ തന്നെ അവർക്കൊരിക്കലും ഉയർന്ന തത്വവിചാരത്തിലേക്ക് പോലും പ്രവേശിക്കാൻ കഴിയില്ല. അപ്പം എല്ലാവരും അങ്ങനെയാണോ ലോകത്തിൽ? ഇതൊരു ചോദ്യമാണ്. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. കാരണം
ഒരു 3-4 മാസം മുമ്പ് ഒരു സ്ഥലത്ത് നമ്മൾ ഒരു പ്രഭാഷണത്തിന് പോയപ്പോൾ സ്വാഗതം പറഞ്ഞ ആൾ പറഞ്ഞു, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ യാതൊരു മൂല്യങ്ങളുമില്ല, ആർക്കൊരു മൂല്യബോധമില്ല എന്നൊക്കെ പറഞ്ഞു. ഏതായാലും പരമപൂജ്യ ചിദാനന്ദപുരി സ്വാമികൾ നമ്മളോട് തത്വോപദേശം ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കണില്ല, ഞാൻ പോവുകയാണ്. എന്താ സ്വാമിജി, സ്വാമിയുടെ പരിപാടി മാത്രമേ ഉള്ളൂ എന്ന്? അല്ല, ലോകത്തിൽ ആർക്കും മൂല്യബോധം ഇല്ലാച്ചാൽ എനിക്കും ഇല്ലല്ലോ, നിങ്ങൾക്കും ഇല്ലല്ലോ, പിന്നെ ഞാനെന്തിനാ പറയണത്? ഇത് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന തെറ്റാണ്. ഇന്നത്തെ സമൂഹത്തിൽ സത്യമില്ല, ഇന്നത്തെ സമൂഹം നെറികെട്ടതാണ് എന്നൊക്കെ അങ്ങ് പറയും. പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. എല്ലാ കാലവും എല്ലാ ദേശവും നന്മയും തിന്മയും ഇടകലർന്നതാണ്. സുഖവും ദുഃഖവും ഇരുളും വെളിച്ചവും എല്ലാം എല്ലാ സമൂഹങ്ങളിലും എല്ലാ കാലങ്ങളിലും ഇടകലർന്നിട്ടാണ് ഉണ്ടാവുക. ഒരിക്കലും പൊതുവായി ഗുണമോ ദോഷമോ ഒന്നിനെക്കുറിച്ചും പറയാൻ പാടില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് അവിടെ സംശയം വരികയാണ്, എല്ലാവരും ഇങ്ങനെ ആസുരഭാവത്തെ പ്രാപിച്ചവരും മോഹിതന്മാരും ദുഷ്കൃതികളും നരാധമന്മാരും മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയവരുമൊക്കെയാണോ? അല്ല, അങ്ങനെ അല്ലാത്തവരും ലോകത്തിലുണ്ട്. അതാരാ? അതാണ് 16 പറയുന്നത്. യേ പുനഃ നരോത്തമാഃ പുണ്യകർമാണഃ. യേ പുനഃ നരോത്തമാഃ പുണ്യകർമാണഃ. ഇനിയിപ്പോൾ ഏ എന്ന് പറഞ്ഞാൽ യാവര്, പുനഃ എന്ന് പറഞ്ഞാൽ പിന്നെ. അപ്പോൾ പിന്നെ യാവർ എന്ന് പറയുന്നതിനേക്കാൾ മലയാളത്തിൽ നല്ലത് ഇനിയിപ്പോൾ, അതായത് ഒരാശയം പറഞ്ഞ് വേറൊന്ന് പറയുമ്പോഴാണ് ഈ പുനഃ ഇവിടെ പ്രയോഗിച്ചത്, അല്ലാതെ വീണ്ടും എന്നുള്ള അർത്ഥത്തിലല്ല. പുനഃ, മുഹുഹു തുടങ്ങിയ ശബ്ദങ്ങൾക്കൊക്കെ സാമാന്യമായി വീണ്ടും എന്നാണ് അർത്ഥമെങ്കിലും സന്ദർഭമനുസരിച്ച് നമ്മൾ അർത്ഥം മനസ്സിലാക്കണം. അപ്പോൾ സാധാരണ മലയാളത്തിൽ ഇനിയിപ്പോൾ എന്താണ്? നരോത്തമാഹ, നരേഷു ഉത്തമാഹ, മനുഷ്യന്മാരിൽ ഉത്തമന്മാരായവർ, അഥവാ നരാണാം ഉത്തമാഹ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉത്തമന്മാരായവർ. അങ്ങനെയുള്ളവരുണ്ട്. സജ്ജനങ്ങൾ എല്ലാ സമൂഹങ്ങളിലും ഉണ്ട്, ദുർജനങ്ങളും എല്ലാ സമൂഹങ്ങളിലും ഉണ്ട്. അപ്പം എങ്ങനെയാണ് ഒരാൾ നരോത്തമനാകുന്നത്? എൻ്റെ അച്ഛൻ നരോത്തമൻ, അതുകൊണ്ട് ഞാനും നരോത്തമനാണ്. എൻ്റെ അമ്മ നരോത്തമയാണ്, അതുകൊണ്ട് ഞാനും നരോത്തമയാണ്. അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റില്ല. ജന്മം കൊണ്ട് ഒരാളും ഉത്തമനോ അധമനോ ആവുന്നില്ല. പിന്നെ എന്തുകൊണ്ടാവുന്നു? പുണ്യകർമാണ, പുണ്യകർമ്മത്തോടു കൂടിയവർ, സ്വയം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ, ഈ ജന്മത്തിലും മുൻ ജന്മങ്ങളിലും സൽക്കർമ്മങ്ങൾ ചെയ്ത് ആ പുണ്യസഞ്ചയത്തോടു കൂടി വരുന്നവർ. അല്ലാണ്ട് എൻ്റെ അച്ഛൻ ഇത്ര പ്രസിദ്ധനാണ്, അയാൾ വേദജ്ഞനാണ്, ഇല്ലേ, അയാൾ തന്ത്രിയാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എൻ്റെ കർമ്മം, എൻ്റെ കയ്യിലിരിപ്പ് മോശമാണെങ്കിൽ ഞാൻ നരാധമനാണ്. അത് ശ്രദ്ധിക്കുക. ഈ വാക്യം എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും വേണം. നരോത്തമഃ പുണ്യകർമാണഃ. പുണ്യകർമ്മങ്ങളെ ചെയ്തവരാണ് നരോത്തമന്മാർ, പുണ്യകർമ്മങ്ങളെ ചെയ്യുന്നവരാണ് നരോത്തമന്മാർ. അല്ലാതെ മറ്റൊന്നുകൊണ്ടും നരോത്തമനാവില്ല. അവരാരാണ്? നോക്കൂ. ചതുർവിധാ ഭജന്തേ മാം ജനാ സുകൃതിനോർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥേ ജ്ഞാനീ ച ഭരതർഷഭ. ചതുർവിധാ ഭജന്തേ മാം
ജനാ സുകൃതിനോർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീ ച ഭരതർഷഭ. നമുക്ക് ഈ ശ്ലോകം വിശദമായി പഠിക്കുന്നതിന് മുമ്പ് അടുത്ത ശ്ലോകം കൂടി ശ്രദ്ധിക്കണം, എന്നാലേ നമുക്ക് ആ പഠനം ശരിക്കാവുള്ളൂ. എങ്കിലും ഇതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കൂ. ഹേ അർജുന, അല്ലേ അർജുന, ചതുർവിധാഃ സുകൃതിനഃ ജനാഃ. ചതുർവിധാഃ 4 പ്രകാരത്തിലുള്ള, സുകൃതിനഃ സുകൃതികളായ, സൽക്കർമ്മങ്ങളെ ചെയ്തവരായ, ജനാഃ ജനങ്ങൾ. ഇപ്പം സൽക്കർമ്മങ്ങളെ ചെയ്തവരായ, സൽക്കർമ്മ സഞ്ചയമുള്ളവരായ 4 പ്രകാരത്തിൽപ്പെട്ട ജനങ്ങൾ മാം ഭജന്തേ, എന്നെ ഭജിക്കുന്നു, എന്നെ സേവിക്കുന്നു. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള ആശയങ്ങൾ, ഒന്ന്, സുകൃതികളായ ജനങ്ങളാണ് എന്നെ ഭജിക്കുന്നത്. അതാണ് ഒന്നാമത്തെ ആശയം. സുകൃതികൾ. 2, ആ സുകൃതികൾ 4 പ്രകാരത്തിലുണ്ട്, അവരെന്നെ ഭജിക്കുന്നു. അപ്പം ആരൊക്കെയാണ്? ആർത്തഹ, ഒന്ന് ആർത്തൻ. ആർത്തൻ എന്നുള്ളതിന് സാമാന്യമായി ദുഃഖിതൻ എന്നർത്ഥം പറയാം. എന്തുകൊണ്ട് സാമാന്യമായി എന്ന് പറഞ്ഞു എന്നുള്ളത് നമുക്ക് വിശദമായി ചിന്തിക്കാം. 2, ജിജ്ഞാസുഹു. ജിജ്ഞാസുഹു എന്ന് പറഞ്ഞാൽ അറിയാൻ ആഗ്രഹിക്കുന്നവൻ, അറിയാൻ ഇച്ഛിക്കുന്നവൻ. 3, അർത്ഥാർത്ഥി, അർത്ഥത്തെ അർത്ഥിക്കുന്നവൻ. അർത്ഥം പ്രയോജനം, എന്തെങ്കിലുമൊക്കെ പ്രയോജനങ്ങളെ ആഗ്രഹിക്കുന്നവർ, പണത്തെ ആഗ്രഹിക്കുന്നവർ, ധനത്തെ ആഗ്രഹിക്കുന്നവർ, എന്തെങ്കിലും പ്രയോജനത്തെ ആഗ്രഹിക്കുന്നവർ. ജ്ഞാനീച്ച, ജ്ഞാനിയും. ചതുർവിധാഃ 4 പ്രകാരത്തിലുള്ള, സുകൃതിനഃ ജനാഃ സുകൃതികളായ ജനങ്ങൾ. നേരത്തെ പറഞ്ഞതിൽ നിന്ന് നേരെ വിപരീതമാണ്. നേരെ ദുഷ്കൃതിനഃ എന്നാണ് പറഞ്ഞത്. ദുഷ്കൃതിനഃ, ഇത് സുകൃതിനഃ. മാം ഭജന്തേ, ആർത്തഃ ദുഃഖിതൻ, ജിജ്ഞാസു അറിയാൻ ആഗ്രഹിക്കുന്നവൻ, അർത്ഥാർത്ഥി എന്തെങ്കിലും പ്രയോജനം ആഗ്രഹിക്കുന്നവൻ, പിന്നെ ജ്ഞാനിയും. ഹേ ഭരതർഷഭ, അല്ലയോ ഭരതർഷഭ, ഭരതശ്രേഷ്ഠ, ഭരതകുലത്തിൽ ശ്രേഷ്ഠനായിട്ടുള്ളവനെ. അടുത്ത ശ്ലോകം കൂടി നമുക്ക് വായിച്ചിട്ട് ഒന്നിച്ച് അർത്ഥം പറയാം. തേഷാം ജ്ഞാനീ നിത്യയുക്തഃ ഏകഭക്തിർവിശിഷ്യതേ പ്രിയോ ഹി ജ്ഞാനിനോത്യർത്ഥം അഹം സ ച മമ പ്രിയഃ. തേഷാം ജ്ഞാനീ നിത്യയുക്തഃ ഏകഭക്തിർവിശിഷ്യതേ പ്രിയോ ഹി ജ്ഞാനിനോത്യർത്ഥം അഹം സ ച മമ പ്രിയഃ. തേഷാം അവരിൽ വെച്ച്, അവരുടെ കൂട്ടത്തിൽ, ജ്ഞാനീ ജ്ഞാനി, നിത്യയുക്തഃ നിത്യയുക്തനാണ്, എന്നും എപ്പോഴും ചേർന്നവനാണ്, അഥവാ എപ്പോഴും എന്നും സമാഹിതനാണ്. വിശദമായ അർത്ഥം പറയാം. ഏകഭക്തി, ഏകഭക്തിയാണ്. അയാൾ വിശിഷ്യതേ വിശിഷ്ടനാകുന്നു.
ഒന്നുകൂടി പറയാം. അവരുടെ കൂട്ടത്തിൽ 4 പേരിലും വെച്ച് ഏകഭക്തിയും നിത്യയുക്തനുമായ ജ്ഞാനി വിശിഷ്ടനാകുന്നു. ഹി നിശ്ചയമായും ജ്ഞാനിനഃ അത്യർത്ഥം അഹം പ്രിയ. ജ്ഞാനിക്ക് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ജ്ഞാനിക്ക് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. സ ച അവനാകട്ടെ മമ പ്രിയ, എൻ്റെയും പ്രിയപ്പെട്ടവനാണ്. എന്താണ് ഈ 2 ശ്ലോകങ്ങളുടെ അർത്ഥഭേദം, പ്രാധാന്യം? നമുക്ക് അല്പൽപ്പായി ശ്രദ്ധിക്കാം. ആദ്യം പറയുന്നത് ദുഷ്കൃതികളായ മൂഢന്മാരിൽ നിന്ന്, ആസുര സ്വഭാവികളിൽ നിന്ന്, മോഹിതരിൽ നിന്ന് ഭിന്നരായ സജ്ജനങ്ങളെക്കുറിച്ചാണ്. അതാണ് സുകൃതിനഃ. സുകൃതിനഃ, സുകൃതം ചെയ്തവർ, സുകൃതം ചെയ്യുന്നവർ. സുകൃതം സത്കർമ്മം, നല്ല കർമ്മങ്ങൾ. എന്താണ് നല്ല കർമ്മം എന്ന് ഇവിടെ ഭഗവാൻ പറയുന്നില്ല. അത് നമ്മൾ ധർമ്മശാസ്ത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം. ദാഹിക്കുന്ന ഒരാൾക്ക് വെള്ളം കൊടുത്താൽ, അഥവാ വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുത്താൽ, രോഗിക്ക് ഔഷധം കൊടുത്താൽ, അവിടുന്ന് അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രകൃതിയിലെ ഓരോ ജീവജാലത്തോടും സ്നേഹപൂർണമായ വ്യവഹാരം ചെയ്യുന്നത് സത്കർമ്മമാണ്. അങ്ങനെ സത്കർമ്മങ്ങളെ തന്നെ നമുക്ക് ഇഷ്ടകർമ്മങ്ങളെന്നും പൂർത്തകർമ്മങ്ങളെന്നും 2ആയി വിഭജിക്കാം. ഇഷ്ടങ്ങളും പൂർത്തങ്ങളും. ഇഷ്ടങ്ങളെന്ന് പറയുമ്പോൾ തീർത്തും ശ്രദ്ധയോടുകൂടി മന്ത്രപൂർവമായി ചെയ്യുന്ന യജ്ഞങ്ങൾ, യാഗങ്ങൾ ആണ്. അവിടെ ഓരോ ആഹുതിയിലും തന്നെ ന ഇദം മമ എന്ന് ആവർത്തിക്കുന്നുണ്ട്. ഇതെൻ്റെതല്ല, ഇതെനിക്കല്ല, ഇതൊക്കെ എൻ്റെതാണെന്നും പറഞ്ഞ് വാരി വലിച്ചു കൂട്ടിയിരിക്കുകയാണ്. അവിടെയാണ് തിരിച്ചറിയുന്നത് ഇതെൻ്റെതല്ല, ഇതെനിക്കല്ല, ഇത് നമ്മുടെ സമാജത്തിൻ്റെതാണ്, ഇത് ഈ പ്രപഞ്ചത്തിൻ്റെതാണ്. അത് ഉപഭോഗിക്കാനുള്ള അധികാരം മാത്രമേ എനിക്കുള്ളൂ. ആ ഒരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിൻ്റെ മൂലം കസ്യസിദ്ധനം എന്നുള്ളതാണ്. ഈശാവാസ്യോപനിഷത്തിൻ്റെ 1-ാമത്തെ മന്ത്രത്തിൽ തന്നെ കാണാം, കസ്യസിദ്ധനം. ആരുടേതായി ധനമൊക്കെ? ഞാൻ എൻ്റെതാണ്, നീ നിൻ്റെതാണെന്ന് പറഞ്ഞ് തല്ലുകൂടുന്നുണ്ട്. വാസ്തവത്തിൽ ആരുടേതാണ്? ഈ പ്രപഞ്ചത്തിൻ്റെതാണ്. ഈ പ്രപഞ്ചത്തിലെ മഹാസമ്പത്താണ്. അതിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രവർത്തനം ചെയ്യുന്നു, നമ്മുടെ ഷെയർ കിട്ടുന്നു, അത് നമ്മൾ വിനിയോഗിക്കുന്നു. അതിൽ അന്ധമായി എൻ്റെ എന്നും പറഞ്ഞ് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഓരോരുത്തരും കൊണ്ടുപോകില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നല്ല കർമ്മങ്ങൾ ചെയ്യുക, പണം സമ്പാദിക്കുക, ധനം സമ്പാദിക്കുക, ആ ധനം സമാജത്തിന് വേണ്ടി വിനിയോഗിക്കുക. ചെറിയ 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 നീർച്ചാലുകൾ ഒത്തുചേർന്ന് അരുവികളായി, അരുവികൾ ചേർന്ന് പുഴകളായി. ഈ പുഴ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ ജലരാശിയെ? ഇല്ല. അത് ഈ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുകയാണ്. അത്രയേ ഉള്ളൂ. ഇപ്പം സമാഹരിക്കണ്ടെന്ന് പറഞ്ഞില്ല. മനോഹരമായൊരു ചിത്രം വേദത്തിലുണ്ട്. 100 കൈകളെ കൊണ്ട് സൂര്യൻ ജലം സമാഹരിക്കുന്നു, എന്നിട്ട് 1000 കൈകളെ കൊണ്ട് കൊടുക്കുന്നു. നമ്മളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക ദിവസവും. ഒരു ചെറിയ പ്രദേശത്ത് രൂപപ്പെടുന്ന മർദ്ദവ്യതിയാനമാണ് വലിയൊരു കാറ്റായിട്ടൊരു വലിയ പ്രദേശത്തിന് അനുഗ്രഹം നൽകുന്നത്. അനുഗ്രഹം ചിലപ്പോൾ നിഗ്രഹമാവും, അത് വേറെ വിഷയം.
അവിടെയാണ് ഋഷിയുടെ ചോദ്യം, കസ്യ സിദ്ധനം. കമ്മ്യൂണിസം എന്നൊക്കെ പറയുമ്പോൾ അത് പുതിയെന്തോ ഇസമാണെന്ന് നമുക്ക് തോന്നും. വികൃതമായ വികലമായ പാർട്ടി കമ്മ്യൂണിസം അല്ല പറഞ്ഞത്, പാർട്ടിയിസമല്ല. കമ്മ്യൂണിസം ശുദ്ധമായ ആദർശപരമായ കമ്മ്യൂണിസം നല്ലതാണ്. പക്ഷെ അത് പുതിയതല്ല, അത് വേദത്തിൻ്റെയാ. കസ്യസിദ്ധനം, കസ്യസിദ്ധനം എന്നുള്ള ചോദ്യത്തിൽ നമുക്കതിൻ്റെ മൂലം കാണാം. നമ്മൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നുണ്ട്. ആർക്കാ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉള്ളത്? എന്താ പ്രൈവറ്റ് പ്രോപ്പർട്ടി അറിയില്ല. എന്താ നമ്മുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി? ആർക്കാ പറയാൻ കഴിയുക? ശരീരം പ്രൈവറ്റാ? പിന്നെ ബാക്കിയുള്ളത് പറയേണ്ടതുണ്ടോ? കസ്യസിദ്ധനം. അതിൻ്റെ അർത്ഥം ധനം സമ്പാദിക്കേണ്ട എന്നല്ല. അവിടെ സൂര്യൻ സമ്പാദിക്കുന്ന ചിത്രം കാണിച്ചു തരുന്നുണ്ട് നമുക്ക് വേദം. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് സൂര്യൻ സമ്പാദിക്കുന്നത്. പക്ഷേ അതിൻ്റെ 10 ഇരട്ടി പ്രസരിപ്പിക്കുകയാണ്, വിതരണം ചെയ്യുകയാണ്. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മൾ ലോകത്ത് ചെയ്യുന്ന സകല കർമ്മങ്ങളും സത്കർമ്മങ്ങളാണ്. ഇതൊക്കെ പറഞ്ഞത് ഞാൻ ഇതമ്മ എന്ന് പറഞ്ഞപ്പോഴാണ്. അങ്ങനെയുള്ള യാഗങ്ങൾ, 2 പൂർത്തങ്ങൾ. പൂർത്തങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി കിണർ കുഴിച്ചു കൊടുക്കുക, കുളം കുഴിച്ചു കൊടുക്കുക, വഴിയോര സത്രങ്ങൾ ഉണ്ടാക്കുക, ആശുപത്രികൾ ഉണ്ടാക്കുക, ഇന്നതെന്നില്ല, പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കുക, ഇന്നതെന്നില്ല, അതൊക്കെ ആവാം. അവിടെയൊക്കെ ഭാവനയാണ്. അല്ലാതെ 60,000 രൂപ ചിലവഴിച്ച് ബസ്സിൻ്റെ വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കി MLA ഇന്നാളുടെ പേര് ഒക്കെ വെച്ച് 3 ലക്ഷം രൂപ അടിച്ചെടുത്താൽ അത് പൂർത്തകർമ്മമല്ല. ഓരോരോ ബസ് വെയിറ്റിംഗ് ഷെഡിൻ്റെയൊക്കെ മുകളിൽ കാണാം നമുക്ക്, ഇന്ന MLA ആളുടെ അത് പേര് ഒക്കെ ഉണ്ടാവും. എന്നിട്ട് ഇത്ര ലക്ഷം രൂപ എന്ന് കാണാം. കുറേയൊക്കെ നിർമ്മാണ മേഖലയിൽ പരിചയമുള്ള നമുക്കറിയാം, അതിനേറി വന്നാൽ ഒരു 60,000-70,000 രൂപ വേണ്ടു, അതിൽ കൊള്ളു വേണ്ട. നമ്മളെ കുറേ പണിയെടുപ്പിച്ചിട്ടുണ്ടല്ലോ. അതാണ് 3.5 ലക്ഷം 5 ലക്ഷം എന്നൊക്കെ എഴുതി കാണുക. സംഗതി വഴിയോര സത്രമല്ലേ? വഴിയോര സത്രമാണ്, വെയിറ്റിംഗ് ഷെഡാണ്, സമ്മതിച്ചു. പക്ഷെ സംഗതി അത് പൂർത്തല്ല, അത് അപഹാരമാണ്. അപ്പോൾ അവിടെയൊക്കെ ഭാവനയാണ് മുഖ്യം, അത് ശ്രദ്ധിക്കുക. ഈ കൂട്ടത്തിൽ ഒരു 18 വയസ്സ് കഴിഞ്ഞ 50 വയസ്സ് ആവാത്ത എല്ലാവർക്കും ഒരു 6 മാസത്തിലൊരിക്കൽ രക്തം കൊടുക്കാം. എല്ലാവർക്കും കൊടുക്കാം, ആരോഗ്യം നന്നായി വരും. സ്പ്ലീൻ സംബന്ധിച്ച് ഒരു രോഗവും ഉണ്ടാവില്ല, ഉറപ്പ്, ഗ്യാരണ്ടി. പിന്നെ എറണാകുളത്തൊക്കെ താമസിക്കുന്നവർ കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ കൊതു എടുക്കുന്നുണ്ട്. മതി മതി, ആരോഗ്യം നിലനിർത്താൻ നല്ല കൊടുക്കണം. നല്ല പുറത്തേക്ക് പോയാലേ സ്പ്ലീനിൻ്റെ പ്രവർത്തനം ത്വരിതമാകുള്ളൂ. ഇങ്ങനെ ഇന്നതെന്ന് പറയാൻ പറ്റില്ല, സൽക്കർമ്മങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുക. ഇന്നതാ സത്കർമ്മം എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല, അത് ദേശകാലങ്ങൾക്കനുസരിച്ച് ഭിന്നമാണ്. ഒരിടത്ത് സൽക്കർമ്മം എന്ന് പറയുന്നത് വേറൊരിടത്ത് സൽക്കർമ്മം ആവില്ല. ഒരിക്കൽ സൽക്കർമ്മം എന്ന് പറയുന്നത് വേറൊരിക്കൽ സൽക്കർമ്മം ആവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ദേശകാലങ്ങൾക്കനുസരിച്ച് അവ ഭിന്നമാണ്. പക്ഷേ സൽക്കർമ്മം എന്ന ഭാവേന നമ്മൾ എന്ത് ചെയ്യുന്നു അത് സൽക്കർമ്മമാണ്. അതാണ് സുകൃതിനഹ,
ഓരോ സുകൃതം ചെയ്യുമ്പോഴും നമ്മുടെ അന്ധഃകരണം കൂടുതൽ 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 പരിശുദ്ധമായി വരും. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല, അനുഭവത്തിലൂടെ മാത്രമേ അറിയുള്ളൂ. അങ്ങനെ സുഹൃത്തുക്കളായിട്ടുള്ള ജനങ്ങൾ എന്നെ ഭജിക്കുന്നു. താല്പര്യം പൂർവ പുണ്യം ഉണ്ടെങ്കിലേ ഭക്തി ഉണ്ടാവുള്ളൂ. പൂർവ പുണ്യം ഉണ്ടെങ്കിലേ ഈശ്വര സേവ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ചെയ്യില്ല, ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആരെയും കുറ്റം പറയരുത്. അയ്യോ അവന് ഭക്തിയില്ല, അവൾക്ക് ഭക്തിയില്ല എന്ന് ആരെക്കൊണ്ടും പറയരുത്. കയ്യിലിരിപ്പ് വേണ്ടേ? ഇപ്പോൾ ദരിദ്രരെ ഒരിക്കലും നമ്മൾ കുറ്റം പറയരുതല്ലോ. ഒരു ദരിദ്രരാണ്, അതുകൊണ്ടാണ്. അപ്പം എന്താ നമുക്ക് ചെയ്യാൻ കഴിയുക? അവർക്ക് സൽക്കർമ്മം ചെയ്യാൻ അവസരം കൊടുക്കുക, സൽക്കർമ്മം ചെയ്യാൻ പ്രേരണ കൊടുക്കുക. അങ്ങനെ 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 നാളെ അവർ ഭക്തന്മാരായി വരും. അതാണ് വേണ്ടത്. ആർക്കെങ്കിലും ഭക്തിയില്ല എന്ന് നമുക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഭക്തി ഉപദേശമല്ല കൊടുക്കേണ്ടത്, അവർക്ക് സൽക്കർമ്മം ചെയ്യാനുള്ള അവസരം കൊടുക്കുക. അപ്പോൾ ക്രമേണ ശുദ്ധഭക്തി അങ്കുരിക്കും. സുകൃതിനഹ ജനാഹ, സുകൃതികളായ ജനങ്ങൾ എന്നെ ഭജിക്കുന്നു. ആ ഭജിക്കുന്നവരെ ഭഗവാൻ 4 പ്രകാരത്തിൽ വിഭജിക്കുകയാണ്. ചതുർവിധാഹ, 4 പ്രകാരത്തിലുള്ളവർ എന്നെ ഭജിക്കുന്നവർ. അപ്പോൾ ഭഗവാന്റെ ഭക്തന്മാർ 4 പ്രകാരമുണ്ട്. ഹേ അർജുന, 1 ആർത്തഹ. ആർത്തെന്ന് പറഞ്ഞാൽ സാമാന്യമായി ദുഃഖിതൻ. ഇപ്പം ദുഃഖത്തിൽ നിന്ന് മോചനത്തിനായിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നവൻ. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നതാണ്. ഭഗവാനെ ദുഃഖങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തണേ, ഇല്ലേ, ദുഃഖങ്ങൾ ഇല്ലാതാക്കണേ എന്നൊക്കെ വിചാരിച്ച് ഭജന ചെയ്യുന്നവർ, അതൊരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗം ജിജ്ഞാസു. എന്താണ് ഈശ്വര തത്വം, നിൻ്റെ പരമാർത്ഥ സ്വരൂപം എന്താണ് എന്നറിയാൻ വേണ്ടി ഭജിക്കുന്നവർ. എന്താണ് ഈശ്വര സ്വരൂപം? ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയമിക്കുന്ന ശക്തിവിശേഷം എന്താണ്? അഥവാ ഈ സർവകാര്യങ്ങളുടെയും അടിസ്ഥാനമായ കാരണം എന്താണ്? ആത്യന്തികമായ ഉണ്മ എന്ത്? ഇത് അറിയാനായി ഇച്ഛിക്കുന്നവനാണ് ജിജ്ഞാസു. എല്ലാവരും ജിജ്ഞാസുക്കളല്ല. മനുഷ്യന് ജിജ്ഞാസു ആവാം, പക്ഷെ എല്ലാ മനുഷ്യരും ജിജ്ഞാസുക്കളല്ല. അല്ലേന്ന് ചോദിച്ചാൽ വേറെ ദൃഷ്ടിയിലാണെന്നും പറയാം. ജിജ്ഞാസ പലപ്പോഴും പ്രത്യക്ഷ വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് കുഴപ്പം. ഇല്ലേ, മനസ്സിലായില്ല? ഇപ്പോൾ അവിടെ മനോഹരമായൊരു പൂന്തോപ്പുണ്ട്, അത് കാണാനുള്ളൊരു ഇച്ഛ, എങ്ങനെയൊക്കെ അതിൻ്റെ സൗന്ദര്യം എന്നറിയാനുള്ള ഇച്ഛ. അല്ലെങ്കിൽ അവിടെ നല്ലൊരു ഭക്ഷണ പദാർത്ഥമുണ്ട്, അപ്പോൾ അതിൻ്റെ രുചി എന്താണെന്ന് അറിയാനുള്ള ഇച്ഛ. അതൊക്കെ ജിജ്ഞാസ തന്നെയാണ്. നല്ല ഒരു ശബ്ദം, പാട്ട്, ഗായിക ഉണ്ടെന്നറിയുന്നു, അത് കേൾക്കാനുള്ള ആഗ്രഹം ജിജ്ഞാസയല്ല. അത് കേൾക്കാനുള്ള ആഗ്രഹം ആസ്വാദനത്തിനുള്ള ത്വരയാണ്. മറിച്ച് എങ്ങനെയാണതെന്ന് അറിയാനുള്ള ഇച്ഛ. ഇങ്ങനെ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ സംബന്ധിച്ച ജിജ്ഞാസയാണ് ലോകത്തിൽ കൂടുതൽ, 99%. അതായത് ഈ കാണപ്പെടുന്നതിനെ സംബന്ധിച്ചുള്ള അറിവുകൾ, കാണപ്പെടുന്നതിനെ സംബന്ധിച്ചുള്ള അറിവുകളിലുള്ള ഒതുങ്ങലുകൾ, അതാണ് 99%. പിന്നല്ലാണ്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് വല്ലതും ഉണ്ടെങ്കിൽ അതും.
ഈ സ്പേസ് എന്ന് പറഞ്ഞാൽ വലിയൊരു വാക്കാണ്. സംസ്കൃതത്തിൽ ആകാശം എന്ന് പറയും. എവിടെ ആകാശം? ഇതൊക്കെ ആകാശമാണ്, ഇതൊക്കെ സ്പേസാണ്. അവകാശതയാണ് ആകാശം. അപ്പം ഈ പുസ്തകം വെക്കാനുള്ള അവകാശത ഉണ്ട്, അതുകൊണ്ടാണ് പുസ്തകം ഇവിടെ ഇരുന്നത്. ഈ തടി വെക്കാനുള്ള അവകാശത ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ഈ തടി ഇവിടെ ഇരുന്നത്. അതാണ് സ്പേസ്. സ്പേസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ മേപ്പട്ടിക്കോ ഒക്കെ നോക്കും. അവകാശത എന്ന് പറഞ്ഞാൽ ഒന്നിനെ ഇരുത്താനുള്ള, ഒന്നിനെ ഉൾക്കൊള്ളാനുള്ള ക്ഷമത. ഉൾക്കൊള്ളാനുള്ള ക്ഷമത, അതാണ്. ശരി, ഇരിക്കട്ടെ. അപ്പം എല്ലാ ഭൗതികമായിരിക്കുന്നതിനെ സംബന്ധിച്ച് അറിയാനുള്ള ഇച്ഛയും അതിലുൾപ്പെട്ടു. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ. എന്നാൽ ഇതിനപ്പുറത്ത് എന്താണ്? ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് എന്താണ്? ആരാണ്? ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? അഥവാ ഇതിലൂടെ മുഴുവൻ മനസ്സിലാക്കപ്പെടേണ്ട ഉണ്മ, എക്സിസ്റ്റൻസ്, ഉണ്മ എന്താണ്? ഇതറിയാൻ ഇച്ഛിക്കുന്നവർ 1% ഉണ്ടാവില്ല. 0.1% ഉണ്ടാവുമെന്ന് സംശയം. അവരാണ് ഇവിടെ പറഞ്ഞത് ജിജ്ഞാസുക്കൾ. അപ്പോൾ ആർത്തൻ, ജിജ്ഞാസു. 3 അർത്ഥാർത്ഥി. അർത്ഥാർത്ഥി, അർത്ഥത്തെ അർത്ഥിക്കുന്നവൻ. അർത്ഥം ആഗ്രഹിക്കപ്പെടുന്നതൊക്കെ അർത്ഥമാണ്. ആഗ്രഹിക്കപ്പെടുന്നതൊക്കെ അർത്ഥമാണ്. കാമം, അർത്ഥം, ധർമ്മം, മോക്ഷം. 4 പുരുഷാർത്ഥങ്ങളുണ്ട്. 4നെയും നമുക്ക് അർത്ഥം എന്നുള്ള പട്ടികയിൽപ്പെടുത്താം. കാമ, അർത്ഥ, ധർമ്മ, മോക്ഷങ്ങൾ. സ്വാമി ക്രമം തെറ്റിച്ചല്ലേ പറഞ്ഞത് എന്ന് ഇപ്പം ആരും ചിന്തിക്കരുത്. ചിലരൊക്കെ ഉള്ളിൽ ആ ചിന്ത ഉണ്ടാവും, ഇയാളെന്താ തെറ്റിച്ച് പറഞ്ഞേ, ധർമാർത്ഥ കാമമോക്ഷങ്ങൾ എന്നല്ലേ പറയേണ്ടത്. അതവിടെ ഇരിക്കട്ടെ, ഇപ്പോൾ തൽക്കാലം മാറ്റാൻ തയ്യാറില്ല. കാമ, അർത്ഥ, ധർമ്മ, മോക്ഷങ്ങൾ. ഇനി അതിൽ തന്നെ കേവലം അർത്ഥം എന്ന് പറയുമ്പോൾ അർത്ഥിക്കപ്പെടുന്നത് ധനം. അവ പണം, സ്വത്തുകൾ, സ്ഥാനമാനങ്ങൾ, പദവികൾ, അംഗീകാരങ്ങൾ, അത് ഇതൊക്കെ അർത്ഥങ്ങൾ. ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രകാരത്തിൽപ്പെട്ട അർത്ഥത്തെ അർത്ഥിക്കുന്നവൻ അവനാണ് അർത്ഥാർത്ഥി. ഭഗവാനെ ലോട്ടറി കിട്ടണേ, അല്ലേ, ആ കേസിൽ ജയിക്കണേ, എൻ്റെ മക്കൾക്ക് നല്ല മാർക്ക് കിട്ടണേ, സഹോദരൻ്റെ മക്കൾ തൊലഞ്ഞു പോണേ, അല്ലേ, ഇങ്ങനെയൊക്കെ പല പ്രാർത്ഥനകളുണ്ട്. ചില പ്രാർത്ഥനകളൊക്കെ നമ്മളിങ്ങനെ പരമ്പരാഗതമായിട്ട് അങ്ങനെ പറഞ്ഞു പോകുന്നതുമുണ്ട്, ഇല്ലേ? അതുകൊണ്ട് അപ്പുറം ആലോചിക്കാണ്ടൊക്കെ നമ്മൾ പലതും പ്രാർത്ഥിക്കാറുണ്ട്. ആലോചിച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നമാണ്, കിടക്കട്ടെ. അങ്ങനെയുള്ള പല പ്രാർത്ഥനകളും ഉണ്ട്. അതാണ് അർത്ഥാർത്ഥി. ജ്ഞാനീച്ച, ജ്ഞാനി സത്യത്തെ അറിഞ്ഞവൻ, സത്യത്തെക്കുറിച്ച് അറിവുള്ളവൻ. ഇങ്ങനെ 4 പ്രകാരത്തിൽപ്പെട്ടവർ എൻ്റെ ഭക്തന്മാരുണ്ട് ഹേ അർജുന. അവിടെ ഭരതർഷഭ എന്നും കൂടിയും വിളിച്ചു. സാധാരണഗതിയിൽ ഒരു ശ്ലോകത്തിൽ ഒരു സംബോധനയൊക്കെയാണ്. ചില ശ്ലോകങ്ങളിൽ 2 സംബോധന, ചിലത്തിൽ 3 സംബോധനയൊക്കെ ഉണ്ട്. അത് ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്, സാധകൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതിപ്പോൾ ഒരു 7-ാം അധ്യായമൊക്കെ ആയില്ലോ. അപ്പോൾ കുറച്ചൊരു ഉറക്കം തൂങ്ങലൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. നമുക്കിപ്പോൾ ഒന്ന് തുടങ്ങുകയാണെങ്കിലും ഗീതയിൽ തുടക്കാമല്ലോ, ഗീത 7 ആയില്ലേ.
ഇപ്പം ചെറിയൊരുറക്കം തൂങ്ങലൊക്കെ വരുമ്പോൾ ഒരു പേര് വിളിച്ചാൽ പെട്ടെന്ന് ഹൈ ഇല്ലേ ഒന്നുണരും അർജുന. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ആ പേരുകളൊക്കെ പ്രോത്സാഹനം നൽകുന്ന പേരുകളാണ്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ മക്കളെ വിളിക്കുമ്പോൾ, കുട്ടികളെ പേരിട്ട് വിളിക്കുമ്പോൾ, കൂട്ടുകാരെ വിളിക്കുമ്പോൾ ഒക്കെ നല്ല സന്ദേശം നൽകുന്ന പേരുകളാണ് വിളിക്കേണ്ടത്. നാശമേ ഇല്ലേ, അസത്തെ, മശൂനം ഇല്ലേ, ഇങ്ങനെയൊന്നും വിളിക്കരുത്. നല്ലത്. വികൃതി വിളിക്കാവോ? ഇല്ല. വികൃതിയാണ് സ്വാമി, പിന്നെ വികൃതി എന്നല്ലാണ്ട് എന്താ വിളിക്കുക? എടേ, വികൃതിയെ വികൃതി എന്ന് വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? വികൃതിയാണ്, എനിക്കറിയാം. പക്ഷെ വികൃതിയെ വികൃതി എന്ന് വിളിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. വികൃതിയെ മിടുക്കാന്ന് വിളിക്കുക. എപ്പോഴും നമ്മുടെ സംബോധന ഒരു പ്രോത്സാഹനകരമാകണം. നമ്മുടെ സംബോധന ആ മനുഷ്യനിലെ ഗുണഗണങ്ങളെ വളർത്തുന്നതായിരിക്കണം. മിടുക്ക എന്നൊക്കെ വിളിച്ചാൽ അയാൾ ചിന്തിക്കും, ഞാൻ ഇത്രയും വൃത്തികേടൊക്കെ ചെയ്തിട്ടും സ്വാമി എന്നെ മിടുക്കാന്ന് വിളിച്ചല്ലോ എന്നൊരു ചിന്ത അയാളിൽ വരും. അതെപ്പോഴും ശ്രദ്ധിക്കണം. മക്കളെ വിളിക്കുമ്പോൾ ഒരിക്കലും ദുഷിച്ച വാക്കുകൾ വിളിക്കരുത്. അതെല്ലാവരും വ്രതമാക്കണം. വ്യക്തമാണല്ലോ. ഭഗവാൻ സംബോധന ചെയ്യുന്ന മുഴുവൻ കേമത്തുള്ള വാക്കുകളാണ്. ഒന്നുപോലെ അർജുനൻ എന്തൊക്കെ മോശം വിളിക്കാം. അർജുൻ്റെ ജീവിതം അസലായിട്ട് ഭഗവാന് മുഴുവൻ അറിയാം. എന്തെല്ലാം മോശങ്ങൾ വിളിക്കാം. എടാ വൃത്തികെട്ടവനെ, മറ്റവനെ, മറിച്ചവനൊക്കെ വിളിക്കാം. അജാതി പണിയൊക്കെ അർജുനൻ ചെയ്തിട്ടുണ്ട്. എന്ത് ക്ലീബാന്ന് വിളിച്ചോ? ഇല്ല. ഒന്ന് കാണിച്ചു തരൂ, ക്ലീബാന്ന് വിളിച്ച് കാണിച്ചു തരൂ. ക്ലീബാന്ന് അർജുനെ വിളിച്ചിട്ടില്ല. ക്ലൈബ്യം മാസ്മ ഗമ എന്നാ പറഞ്ഞത്. നീ ക്ലീബത്വത്തെ പ്രാപിക്കല്ലേ എന്നാ പറഞ്ഞത്. എന്നുവെച്ചാൽ ക്ലീബാന്ന് അതിൻ്റെ അർത്ഥം നീ രോഗിയാവല്ലേ എന്ന് പറഞ്ഞാൽ രോഗീനെ വിളിച്ചു എന്നർത്ഥം ആണോ? നീ ദുർബലനാവരുത് എന്ന് പറഞ്ഞാൽ ദുർബലാന്ന് വിളിച്ചു എന്നർത്ഥം അല്ല. അവിടെ പാർത്ഥ എന്നാ വിളിച്ചത്. ക്ലൈബ്യമാശ്മഗമ പാർത്ഥ, പൃഥയുടെ മകനെ, കുന്തിയുടെ മകനെ. അവിടെ ഏറ്റവും വലിയ സംബോധനയാണ്. കാരണം നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സമ്പത്ത്, നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ഗുരു, നമ്മുടെ ഏറ്റവും വലിയ ദൈവം അമ്മയാണ്. അപ്പം അമ്മയുടെ പേര് കൂട്ടി വിളിക്കുക പറഞ്ഞാൽ കേമല്ലേ? ഇല്ല. അച്ഛൻ്റെ പേരും കൂട്ടിയും വിളിക്കാം, അതിന് വിരോധമില്ല. പാണ്ഡവാന്നും വിളിക്കാം, അതിന് വിരോധമില്ല. എന്നാലും അമ്മയുടെ പേര് കൂട്ടി വിളിക്കുമ്പോൾ ഒരു സുഖം കൂടുതലാണ്. അത് വളരെ ചുരുക്കം പേരെ അങ്ങനെ ചെയ്ത് കാണുന്നുള്ളൂ, അമ്മയുടെ പേര് കൂട്ടി പറയണത്. ഇല്ല. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ അമ്മയുടെ പേര് കൂട്ടി പറയണ? ഉണ്ടോ? സംശയമാണ്. ഒരു സിനിമ ഉണ്ടായിരുന്നു ഞാൻ കണ്ടത്. എന്താ, ബാബാ കല്യാണി എന്നൊരു സിനിമ. അതിൽ കല്യാണീൻ്റെ പേര്, അമ്മയുടെ പേരാണ് കൂട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഉണ്ട് അമ്മയുടെ പേര് പറയണ്ട. നല്ലതാ, അത് നല്ലതാണ്. അമ്മയുടെ പേരോ അച്ഛൻ്റെ പേരോ എന്ത് വേണമെങ്കിൽ പറയാം, വിരോധമൊന്നുമില്ല. ഏറ്റവും നല്ലത് തൻ്റെ പേര് പറയണതാണ്. ഏറ്റവും നല്ലത് തന്നെ പേര് പറയുന്നത്. അതിരിക്കട്ടെ. എന്നാലും അപ്പോൾ ഹേ പാർത്ഥ എന്നാണ് അവിടെ പറഞ്ഞത്. അല്ലാണ്ട് ക്ലീബാന്ന് വിളിച്ചിട്ടില്ല ഭഗവാൻ. വിളിക്കില്ല. ഭഗവാൻ എന്നല്ല ഒരു വിദ്വാനും വിളിക്കില്ല. ഹേ ഭരതഋഷഭ, ഭരതകുലത്തിൽ ശ്രേഷ്ഠനായിട്ടുള്ളവനെ. അർജുനേക്കാൾ ശ്രേഷ്ഠന്മാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് ഭഗവാൻ അറിയാം. എന്നാലും വിളിക്കുമ്പോൾ ഹേ ഭരതകുലത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവനെ, ഒരു പ്രോത്സാഹനമാണ്, ഒരു പ്രേരണയാണ്. ഇതാണ് 4 വിധ ഭക്തന്മാർ. ഇനിയാണ് ഭഗവാന്റെ പ്രയോഗം വരുന്നത്. തേഷാം ജ്ഞാനി വിശിഷ്യതേ.
അവരിൽ ജ്ഞാനി വിശിഷ്ടനാകുന്നു. വിശിഷ്ടനാകുന്നു എന്ന് പറഞ്ഞാൽ മാറ്റിവെച്ചു. ആദ്യം 4 എണ്ണത്തെ ഒന്നിച്ചു പറഞ്ഞു, എന്നിട്ട് ഒരാളെ അങ്ങോട്ട് മാറ്റി. എന്ത് സാമർഥ്യം നോക്കൂ. ആദ്യം 4 സാമാന്യമായി പറഞ്ഞു, എന്നിട്ട് പറയുകയാണ് ഇതിൽ ഒരുത്തൻ വിശിഷ്ടനാട്ടോ എന്ന് പറഞ്ഞാൽ മാറ്റി. ഇപ്പം എത്രയായി? 3 ഉം 1.